രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ച് കോഴിക്കോട്ട് ഫ്ലക്സ്. മാനാഞ്ചിറ ബാങ്ക് റോഡിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. UDFനെ വൻ വിജയത്തിലേക്ക് നയിച്ച പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങളെന്നാണ് ഫ്ലക്സിലെ വരികൾ. വിവരങ്ങളുമായി ഇപ്പോൾ മേഘാമാധവൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. നിലവിൽ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോഴിക്കോട്ട് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വന്ന ഫ്ലക്സ് ബോർഡുകൾ കൂടുതലും KC വേണുഗോപാലിനെ അനുകൂലിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ VD സതീശന് വേണ്ടി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചു. കോട്ടയത്ത് KC വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡിൽ കരിയോയിലഴിച്ച നിലയിലും കാണപ്പെട്ടു. അങ്ങനെയൊരു കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി വലിയ തരത്തിലുള്ള ഫ്ലക്സ് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപ് രമേശ് ചെന്നിത്തല ദേശീയ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഒരു പേജ് നൽകിയ അഡ്വർട്ടോറിയൽ അടക്കമുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിൽ നടത്താൻ പോകുന്ന യാത്രയെക്കുറിച്ചൊക്കെ രമേശ് ചെന്നിത്തല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള രമേശ് ചെന്നിത്തല അനുകൂലിച്ചുള്ള ഫ്ലക്സ് ബോർഡ് വിവരങ്ങളുമായി മേഘാമാധവൻ ചേർന്നു. മേഘ, എന്താണ് അവിടെ എത്രയിടങ്ങളിൽ ഈ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്? നഗരത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ മാനാഞ്ചിറ ഉൾപ്പെടുന്ന പല ഇടങ്ങളിലും ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നതാണ് ഫ്ലക്സ് ബോർഡിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ UDFനെ വൻ വിജയത്തിലേക്ക് നയിച്ച പ്രചാരണ സമിതി ചെയർമാൻ ചെന്നിത്തലയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നതാണ് ഫ്ലക്സ് ബോർഡിലെ വരികൾ. മറ്റു നേതാക്കന്മാരുടെ ഒന്നും ചിത്രങ്ങളില്ല. പക്ഷേ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുടെ ചിത്രങ്ങളാണ് ഈ ഫ്ലക്സ് ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതായത് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് ഈ ചെന്നിത്തലയ്ക്കാണ് ഇതിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്നതുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ശരി, മേഘാമാധവനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.